ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കാവലിംഗ്ല വെച്ചിട്ടുള്ളൊരു വൈറ്റനിങ് സോപ്പാണ് ഉണ്ടാക്കുന്നത്. കാവലിംഗ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് മിക്ക ബ്യൂട്ടി പാർലറിലും കാണുന്ന ഫേഷ്യൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കാവലിംഗ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സുകളിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സുകളിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന ഒന്നാണ് കാവലിംഗ്ല. നമ്മളെ ഫേസിനും ബോഡിക്കും ഒക്കെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാനും വൈറ്റനിങ് ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് കാവലിംഗ്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് അൾട്രാ വൈറ്റ് സോപ്പ് ബേസാണ്. അൾട്രാ വൈറ്റ് സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അളവിനെടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 850 ഗ്രാമിൻ്റെ അടുത്തുള്ള അൾട്രാവൈറ്റ് സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സോപ്പ് ബേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസാണ്. ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയാണ് സോപ്പ് ബേസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു 850 ഗ്രാമിൻ്റെ അടുത്തുള്ള സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. 1 kg ഇല്ല, 850 ഗ്രാമിൻ്റെ അടുത്ത്, അതായത് 835 അടുത്തുള്ള 835 ഗ്രാമോളം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 ഗ്രാം കൂട്ടാണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സോപ്പ് ബേസ് കട്ട് ചെയ്യണം. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്ത് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. അപ്പോൾ കാവലിംഗ്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. അതായത് സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടും. ഡാർക്ക് സർക്കിൾ പോകാനും ഒക്കെ നല്ലതാണ്. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കാവലിംഗ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഫേസിൽ വരുന്ന മുഖക്കുരു ഉണ്ടാവില്ല, ആക്നെക്കൊക്കെ ഒരു ആക്നെ ഫൈറ്ററാണ് കാവലിംഗ്ല എന്ന് പറയും. നമ്മൾ മുഖക്കുരു പോവാനും മുഖത്ത് കുരു വന്ന പാടുകൾ മാഞ്ഞു പോയിട്ട് നല്ല സ്മൂത്ത് ആവാനും ഗ്ലോ ആക്കാനൊക്കെ കാവലിംഗ്ല നല്ലതാണ്. അപ്പോൾ നമുക്ക് ഫേഷ്യലായിട്ട് അങ്ങനെ കാവലിംഗ്ല ഉണ്ടെങ്കിൽ ഫേഷ്യലായിട്ട് യൂസ് ചെയ്യുക. ഹണിയും റോസ് വാട്ടറോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് നന്നായിട്ട് ചെറിയ പീസായി കട്ട് ചെയ്യാം. ഇനി സോപ്പ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. സ്ക്രീനിൽ ആ നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രാഗ്രൻസുകളുണ്ട്, ഷിയ ബട്ടറോ അലോവേര ജെല്ല്, ഹിബിസ്കസിൻ്റെ ജെല്ല്, ബീട്രൂട്ട് ജെല്ലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് ബേസോ ഫ്രാഗ്രൻസോ ഓയിൽസോ അങ്ങനെ മെറ്റീരിയൽസ് ഏത് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും. കേരളത്തിൽ ഡെലിവറി ഉണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അതല്ല സോപ്പ് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ സോപ്പ് വേണമെന്നുള്ളവർക്ക് സോപ്പ് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെന്ത് ചെയ്യാം, അതിക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പീറ്റിംഗ് മെഷീനിൽ ബൗൾ, ഇപ്പോൾ നമ്മൾ 850 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 85 ഗ്രാമോ അല്ലെങ്കിൽ 80 ഗ്രാം, അതിൽ കൂടാൻ പാടില്ല. 85 ഗ്രാമോളം കൂട്ട് നമുക്ക് എടുക്കുക. അതിൽ കൂടരുത്, കുറഞ്ഞാലും കൂടരുത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 80 ഗ്രാമിൻ്റെ അടുത്ത് കൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കാവലിംഗ്ല പൗഡർ ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 2-3 ടീസ്പൂണ്. അതിപ്പോൾ നമുക്ക് 85 ഗ്രാമിൽ അല്ലെങ്കിൽ 80 ഗ്രാം കൂട്ടെടുക്കുമ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടോ അതൊക്കെ എത്ര വേണമെന്നുള്ളത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. എങ്ങനെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ എത്ര അളവിലെടുത്താലും മൊത്തം തൂക്കം അല്ലെങ്കിൽ മൊത്തം അളവ് എന്ന് പറയണത് 80 ഗ്രാമിലോ 85 ഗ്രാമിലോ കൂടരുത്. അതായത് നമ്മൾ എടുത്തിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് 850 ഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് 85 ഗ്രാമിൽ കൂടരുത്. അപ്പോൾ ഞാനൊരു 2-3 ടീസ്പൂണോളം കാവലിംഗ്ല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഹണിയാണ്.
തേന് ഒരു 2 ടീസ്പൂണ് തേന് ചേർത്ത് കൊടുക്കുക. തേന് നമുക്കറിയാം നമ്മൾ ഫേസ് നല്ല ഗ്ലോ ആക്കണ ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും ഒക്കെ നല്ല ഗ്ലോ കിട്ടാൻ, അതേപോലെ തന്നെ ഫേസ് നല്ല നമ്മളെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ് എന്താണ് തേനെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നിറച്ച് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ കാവലങ്കായും തേനും പാടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. നമ്മളപ്പോൾ സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിരുന്നില്ല. ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാനത് മെൽറ്റ് ചെയ്ത് വെച്ച് നന്നായി മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. മെൽട്ടായി വന്നതേക്ക് നമ്മളെടുത്ത് വെച്ച് കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിൽ ലേശം 1-2 സ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർത്തിട്ടാട്ടോ നന്നായി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കൂട്ട്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, ആ കാവലങ്കളയും എല്ലാം സോപ്പ് ബേസായിട്ട് ലയിക്കണ വരെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ എടുക്കുക. മോൾഡൊക്കെ നമ്മൾ എടുത്ത് വെച്ചില്ല, മോൾഡൊക്കെ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബേബി ഫ്രാഗ്രൻസ് ആണ് ഞാനതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രാഗ്രൻസ് ചേർത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മോൾഡൊക്കെ ഇനി ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്ത് വെക്കുക. റെസ്റ്റ് ചെയ്യാൻ 3 മണിക്കൂർ കഴിഞ്ഞ് സോപ്പ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ കണ്ടോ. അപ്പോൾ നമുക്ക് മോൾഡിൽ നിന്ന് എടുത്തിട്ട് ഓരോന്നായിട്ട് എടുക്കുക. നല്ല അടിപൊളിയായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ടാവും. നല്ല ഉറപ്പും നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല അടിപൊളി സോപ്പാണ്. കാവലങ്കളയുടെ ബെനിഫിറ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് സോപ്പ് ഓരോന്നായിട്ട് മോൾഡിൽ നിന്ന് എടുത്ത് വെക്കുക. മോൾഡിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം കവർ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക കേട്ടോ. എപ്പോഴും പുറത്ത് അങ്ങനെ ഇടരുത്. നമ്മളെപ്പോഴും സോപ്പ് മോൾഡിൽ നിന്ന് എടുത്താൽ അപ്പോൾ തന്നെ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ കാവലങ്കളയും ഹണിയും റോസ് വാട്ടർ ചേർക്കണ ആ ഒരു ഇതിന് സ്കിപ്പായി പോയതാണ്, വീഡിയോ അതിൽ പെട്ടില്ല. അപ്പോൾ ഒരു 2 സ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർത്തിട്ടാണ് ഞാൻ അതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാവലങ്കള, ഹണിയും റോസ് വാട്ടർ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് അൾട്രാവൈറ്റ് സോപ്പ് ബേസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോപ്പ് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.